ഹലോ ഫ്രണ്ട്സ്, ഹോം ടെക് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഗ്ലാൻഡിങ് ടൈൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്, അതായത് കടപ്പ ഡിസൈൻ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടെക്സ്ചർ പുട്ടി ഉപയോഗിച്ചല്ല ചെയ്തിരിക്കുന്നത്. വിർള വൈറ്റ് വാൾപുട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കോട്ടയം പാറമ്പുഴ എന്ന സ്ഥലത്താണ്, അതായത് മോസ്കോ കവലയുടെ സമീപം. രമേശൻ എന്ന വ്യക്തിയുടെ ഭവനത്തിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം സംബന്ധിച്ച് ഈ വീടിൻ്റെ ഫ്രണ്ട് ഒരു ഡിസൈൻ വേണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് ചെറിയ തോതിലുള്ള ഒരു ഡിസൈൻ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയാൻ താല്പര്യമുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാസ്കിൻ്റെ ഇപ്പോൾ കറക്റ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട്. 20 ഇഞ്ച് വീതി, അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് 6 ഇഞ്ച് വീതിയിലൂടെ മാസ്കിൻ്റെ പൊട്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഇഷ്ടം അനുസരിച്ച് മാസ്കിൻ്റെ പൊട്ടിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വർക്കിലേക്ക് നീങ്ങാം. സാധാരണ നമ്മൾ പുട്ടിയിടുന്ന അതേ മെത്തേഡിൽ തന്നെ വാൾപുട്ടി ഭിത്തിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഡിസൈനിലേക്ക് പോകുന്നത്. ഡിസൈൻ ഞാൻ ഉദ്ദേശിക്കുന്ന കടപ്പ ഡിസൈനാണ്. പുട്ടിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതെങ്ങനെയായി തീരും എന്ന് എനിക്ക് യാതൊരു ബോധ്യവുമില്ല. വർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. ബിർളയുടെ പുട്ടി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാൾപുട്ടി ഉപയോഗിച്ച് ഇതുവരെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ആശങ്കയുള്ളത്. ഇപ്പോൾ ഇട്ട് വന്നപ്പോൾ നമുക്ക് കടപ്പ ഡിസൈൻ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമുക്ക് അതുകൊണ്ടും ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. കഴിവതും ടെക്സ്ചർ പുട്ടി തന്നെ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. കാരണം ലാസ്റ്റിങ് അത് നമുക്ക് ഒരിക്കലും ഈ വാൾപുട്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ ലാസ്റ്റിങ് കിട്ടത്തില്ല. അതുകൊണ്ട് കഴിവതും ടെക്സ്ചർ പുട്ടി ഉപയോഗിച്ച് തന്നെ ഡിസൈൻ മേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ അത്യാവശ്യമായ കൊണ്ട് മാത്രം ടെക്സ്ചറിൻ്റെ പുട്ടി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ കോസ്റ്റും കൂടി കുറച്ച് ചെയ്യണം എന്ന് വീട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. വലിയ കുഴപ്പമില്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിസൈൻ ഇട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നു. കടപ്പ ഡിസൈന് പ്രത്യേകിച്ചൊരു ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ മനോധർമ്മം അനുസരിച്ച് ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. അങ്ങനെ ലൈസായിട്ട് വലിക്കുമ്പോൾ ഒരു ഡിസൈൻ ഉണ്ടാവും. അതാണ് കടപ്പ ഡിസൈനായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ചെയ്തു വരുന്നത്. ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള ഡിസൈൻ തീർച്ചയായിട്ടും ടെക്സ്ചർ പുട്ടിയെ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഒരുപാട് ടെക്സ്ചർ പുട്ടി നമുക്ക് അവൈലബിളാണ് വിപണിയിൽ. ഗ്യാൽടെക്സിൻ്റെ ഉണ്ട്, റോയൽ ടെക്സിൻ്റെ ഉണ്ട്, അക്മാടെക്കിൻ്റെ ഉണ്ട്, ഇൻഡിഗോയുടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടെക്സ്ചർ പുട്ടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. അത് ഏതെങ്കിലും ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ നല്ലത്. ഇങ്ങനെ നമ്മൾ ഡിസൈൻ മേക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മാസ്കിൻ്റെ ഒക്കെ കഴിച്ച് നമുക്ക് ഇതിൻ്റെ കളറിങ്ങിലേക്ക് പേപ്പർ പിടിച്ചതിന് ശേഷം കളറിങ്ങിലേക്ക് നീങ്ങാവുന്നതാണ്. ഒരു ദിവസം നമുക്ക് ഉണങ്ങാനായിട്ട് വിടണം. പിറ്റേ ദിവസം നമുക്ക് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മാസ്കിൻ്റെ ഒക്കെ കഴിച്ച് പേപ്പർ പിടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇനി നമുക്കിത് നേരിട്ട് കളർ അടിക്കാം. ഇവിടെ നമ്മൾ 2 കളറാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നൊരു ഐവറി ഷെയ്ഡും മറ്റേത് ബ്ലാക്കുമാണ്. ബ്ലാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പർ കൊണ്ട് വാഷ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഐവറി അപ്ലൈ ചെയ്തതിന് ശേഷം ഗോൾഡ് കൊണ്ട് വാഷ് ചെയ്ത് പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഐവറി കളറാണെങ്കിൽ ബ്ലാക്ക് കളറാണെങ്കിൽ 2 കോട്ട് അപ്ലൈ ചെയ്യണം. 2 കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസൈനിലേക്ക് പോകാവുള്ളൂ.
ഇവിടെ ഇപ്പം നമ്മൾ 2 കളറും 2 കോട്ട് വീതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് ഉണങ്ങിയതിന് ശേഷമാണ്, ഈ 2 കളറും ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ വാഷിങ്ങിലേക്ക് മാറേണ്ടത്. അതായത് ബ്ലാക്ക് അപ്ലൈ ചെയ്ത സ്ഥലത്ത് നമ്മൾ കോപ്പർ കൊണ്ട് വാഷ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഐവറി അപ്ലൈ ചെയ്ത സ്ഥലത്ത് ഗോൾഡ് കൊണ്ട് വാഷ് ചെയ്ത് പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വർക്കിൽ എന്നെ സഹായിക്കാനായിട്ട് അമലാണ് ഉള്ളത്. ഇദ്ദേഹം പാറമ്പുഴയുള്ളതാണ്. ഇദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്. കൂടാതെ ലൈനൊക്കെ വരയ്ക്കാൻ മിടുക്കനായൊരു പെയിൻറ്ററാണ്.
ഇവിടെ എൻ്റെ വർക്ക് പൂർത്തിയാകുകയാണ്. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കണ്ടും അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കും അല്ലെ സഹായിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയും എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലുള്ള വർക്കുകൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയ വീഡിയോയും എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.